വേൾഡ് വൈഡ് വെബ് എന്താ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കി അല്ലേ. WWW ആണ് നമ്മൾ ഷോർട്ടായിട്ട് അതിന് പറയുക. അപ്പോൾ നമുക്കത് എന്താണ് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ഷോർട്ടായിട്ട് നോക്കാം. അപ്പോൾ വാട്ട് ഈസ് വേൾഡ് വൈഡ് വെബ്? വേൾഡ് വൈഡ് വെബ് എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് എ വേ ഓഫ് എക്സ്ചേഞ്ച് ഇൻഫർമേഷൻ ബിറ്റ്വീൻ കമ്പ്യൂട്ടേഴ്സ് ഓൺ ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടുകൂടി കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ ഉണ്ടാക്കുക ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യാനാണ് നമ്മൾ മെയിനായിട്ട് എന്ത് ചെയ്യുന്നത്, വേൾഡ് വൈഡ് വെബ് യൂസ് ചെയ്യുന്നത്. വേൾഡ് വൈഡ് വെബ് ഈസ് എ നെറ്റ്വർക്ക് ഓഫ് പേജസ് ഓഫ് ഇമേജസ് ഉണ്ടാവും, ടെക്സ്റ്റ് ഉണ്ടാവും, സൗണ്ട് ഉണ്ടാവും ഇല്ലേ. എല്ലാം ഇൻ്റർനെറ്റിൽ നമ്മൾ എന്താ ചെയ്യാം, വിച്ച് ക്യാൻ ബി വ്യൂഡ് യൂസിങ് എ ബ്രൗസർ സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തിലൂടെ ഇൻ്റർനെറ്റ് വഴി നമുക്ക് എന്താക്കാം, അതെല്ലാം നമുക്ക് എന്താക്കാൻ പറ്റും, വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇല്ലേ. അപ്പം എന്തെങ്കിലും ഒരു ബ്രൗസർ, ഒപ്പറ മെനോ അല്ലെങ്കിൽ UC ബ്രൗസറോ ഏതെങ്കിലും ഒരു ബ്രൗസർ അല്ലെങ്കിൽ എന്തെങ്കിലും ഗൂഗിളോ ഏതെങ്കിലും ഒരു ബ്രൗസറിൻ്റെ സഹായത്തിലൂടെ നമുക്ക് എന്താക്കാം, നമുക്ക് ഇൻ്റർനെറ്റ് ഉണ്ടെങ്കിൽ ഇൻ്റർനെറ്റ് വഴി നമുക്ക് എന്താക്കാം, ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. വേൾഡ് വൈഡ് വെബ് എന്ന് വെച്ചാൽ രണ്ട് കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ എന്താക്കുക, ഇൻ്റർനെറ്റിൻ്റെ സഹായത്തിലൂടെ ഡാറ്റാസ് എക്സ്ചേഞ്ച് ചെയ്യാൻ. ഈ നെറ്റ് ഉണ്ടെങ്കിൽ ഡാറ്റാസ് എക്സ്ചേഞ്ച് ചെയ്യുന്നതിന് ഇപ്പോൾ കമ്പ്യൂട്ടർ തമ്മിൽ മാത്രമല്ല, ഇപ്പോൾ ഫോൺ തമ്മിൽ വേണമെങ്കിൽ നമുക്ക് എന്താക്കാം അല്ലേ, എക്സ്ചേഞ്ച് ചെയ്യുക ഇൻഫർമേഷൻസ്. അതിനാണ് വേൾഡ് വൈഡ് വെബ് എന്ന് പറയുക. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയതാണ്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് 3 പ്രോട്ടോക്കോൾസാണ് വരുന്നത്. നമ്മൾ പറഞ്ഞ് 3 പ്രോട്ടോക്കോൾസാണ് മെയിനായിട്ട് ഇതിൽ വരുന്നത് വേൾഡ് വൈഡ് വെബിൽ. ഇപ്പോൾ 3 ഇനാബിൾ പ്രോട്ടോക്കോൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് HTML, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ HTTP, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ URL. ഇപ്പോൾ നമുക്കിത് 3 സെപ്പറേറ്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും നമുക്ക് എന്താണെന്ന് നോക്കാം കേട്ടോ. ഫസ്റ്റത്തത് നമുക്ക് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ്, അതായത് HTML. അപ്പം എന്താണ് HTML എന്ന് ഫസ്റ്റ് നോക്കാം. HTML എന്ന് വെച്ചാൽ എന്താ നോക്കും. ദ ഹൈപ്പർ ടെക്സ്റ്റ് പേജസ് ഓൺ വെബ് ആർ റിട്ടൺ യൂസിങ് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്, അതായത് HTML, എ സിമ്പിൾ ലാംഗ്വേജ് കൺസിസ്റ്റിംഗ് of a number of tags to describe logical constraints within the text. അതായത് എന്താണ് HTML എന്ന് വെച്ചാൽ, ഇതെന്ന് വെച്ചാൽ നമ്മൾ വെബിൽ എഴുതാൻ വേണ്ടി റൈറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സിമ്പിൾ ലാംഗ്വേജിനാണ് നമ്മൾ എന്ത് പറയുക, HTML എന്ന് നമ്മൾ പറയുക അല്ലേ. വെബിൽ നമ്മൾ എഴുതാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സിമ്പിൾ ലാംഗ്വേജിനെയാണ് നമ്മൾ HTML എന്ന് പറയുക. അതിലെന്താണുള്ളത്, അതിൽ ഒരുപാട് ടാഗുകളുണ്ട്. ആ ടാഗുകൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ലോജിക്കൽ കൺസ്ട്രെയിൻറ്റ്സ് ചെയ്യുക. അപ്പോൾ അതൊരു സിമ്പിൾ ലാംഗ്വേജ് തന്നെ. ടാഗ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്താക്കും, ടെക്സ്റ്റിന് ടാഗ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, HTML എന്ന് പറയുന്നത്. അപ്പം ടാഗുകൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുക, HTML നമ്മൾ സാധാരണ ഓരോ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യല്. അപ്പം അതിൽ മെയിനായിട്ട് ഹെഡിങ്സ് ഒക്കെയാണ് ഉണ്ടാവല്. അപ്പോൾ നമ്മളിപ്പോൾ ഹെഡിങ് ആണ് ഉണ്ടാക്കേണ്ടതെങ്കിൽ നമ്മൾ എന്താക്കും, ടാഗ് യൂസ് ചെയ്യും. ആ ടാഗിൻ്റെ ഉള്ളിൽ H1 എഴുതും. എന്നിട്ട് എന്താക്കും, ഹെഡിങ് എന്താണോ വേണ്ടതെന്ന് വെച്ചാൽ അത് എഴുതും. പിന്നെ നമ്മൾ എന്താക്കുക, ടാഗ് അപ്പുറത്ത് ക്ലോസ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, അപ്പോൾ നമ്മളങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്താണോ ഹെഡിങ് എഴുതേണ്ട ഹെഡിങ് അതിൻ്റെ ഉള്ളിൽ ഇത് അങ്ങനെ നമ്മൾ ഹെഡിങ് ഒക്കെ ഉണ്ടാക്കാനാണ് മെയിനായിട്ട് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ടാഗ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ സിമ്പിൾ ലാംഗ്വേജിൽ ടാഗ് ഉപയോഗിച്ച് നമ്മൾ വെബ് പേജിൽ ക്രിയേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ എന്ത് HTML എന്ന് പറയുന്നത്. ഹൈപ്പർ ടെക്സ്റ്റ് പേജസ് ഓൺ വെബ് ആർ ഓൾ റിട്ടൺ യൂസിങ് HTML മാർക്കപ്പ് ലാംഗ്വേജ്. HTML മാർക്കപ്പ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, വെബിൽ എന്തെങ്കിലും റിട്ടേൺ ചെയ്യുക. അതായത് കുറേ സ്മോൾ നമ്പർ ഓഫ് ടാഗ്സ് ആണ് മെയിനായിട്ട് ഇതിലുണ്ടാവുക. ആ ടാഗ്സ് എന്തിനാണെന്ന് വെച്ചാൽ ടു ഡിസ്ക്രൈബ് ദ ലോജിക്കൽ കൺസ്ട്രെയിൻറ്റ്സ് വിത്തിൻ ടെസ്റ്റിൻ്റെ ഉള്ളിലുള്ള ലോജിക്കൽ കൺസ്ട്രെയിൻറ്റ്സിനെ ഡിസ്ക്രൈബ് ചെയ്യാനാണ് നമ്മൾ മെയിനായിട്ട് ഈ ടാഗ് യൂസ് ചെയ്തിട്ടാണ് നമ്മളത് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പം ഇത് മെയിനായിട്ട് എന്തൊക്കെയാണ് ഡീൽ ചെയ്യാന്ന് വെച്ചാൽ ഇറ്റ് ഡീൽസ് വിത്ത് ഹയർ ലെവൽ ഓഫ് കൺസ്ട്രെയിൻറ്റ്സ് സച്ച് ആസ് എന്താണ് ഹെഡിങ്സ്, ലിസ്റ്റ്, ഇമേജസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിലുണ്ടാകുന്നത്. അപ്പോൾ ഈ ടാഗ് യൂസ് ചെയ്ത് നമ്മൾ ഹെഡിങ്സ് ഉണ്ടാക്കും. അതേപോലെ തന്നെ എന്താണ് വെബ് പേജിൽ എന്തൊക്കെ ഉണ്ടാക്കും, ഇമേജസ് ക്രിയേറ്റ് ചെയ്യും, ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യും. അതിനൊക്കെ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, HTML നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ HTML എന്ന് വെച്ചാൽ എന്താണ്, ഒരു ലാംഗ്വേജാണ്, സിമ്പിൾ ലാംഗ്വേജാണ്. ടാഗ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഹെഡിങ്സും അതേപോലെ ഇമേജസും ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു വെബിലുള്ളൊരു ലാംഗ്വേജാണ് എന്ത് നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിളായിട്ടുള്ള ലാംഗ്വേജാണ് HTML. This leaves individual process free format text into most appropriate way for their particular environment.
നമ്മൾ ടെക്സ്റ്റിനെ നമുക്ക് ഇഷ്ടമായിട്ടുള്ള നമ്മളെ രീതിയിൽ ആക്കി മാറ്റിയിട്ട് നമ്മൾ ഉണ്ടാക്കുക വെബ് പേജിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇത് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സെയിം ഡോക്യുമെൻറ്റ് ക്യാൻ ബി വ്യൂഡ് ഓൺ മാക് ഓർ PC ആൻഡ് വൈൽ ദ കണ്ടൻറ് ഓഫ് ഡോക്യുമെൻറ്റ് റിമെയിൻസ് ദ സെയിം. അതായത് നമ്മളിപ്പോൾ ഈ ഉണ്ടാക്കുന്ന ഡോക്യുമെൻറ്റുള്ള ആ സെയിം ഡോക്യുമെൻറ്റ് നമുക്ക് എവിടെയൊക്കെ കാണാൻ വേണ്ടി പറ്റും, മാക്കിലും അതേപോലെ തന്നെ എന്താണ് ഒരേ സമയത്ത് മാക്കിലും അതേപോലെ തന്നെ എന്താണ് PC-യിലും ഒരേപോലെ നമുക്ക് ആ സെയിം കണ്ടൻറ്റ് നമുക്ക് കാണാൻ പറ്റും. ഒരു മാറ്റം ഇല്ലാതെ സെയിം ആയിട്ട് നമുക്ക് എന്താക്കും രണ്ടിലും ഒരേപോലെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇത് ലേറ്റസ്റ്റ് വേർഷൻ വന്നിട്ടുണ്ട്. ആ വേർഷനിൽ എന്തൊക്കെയാണ് HTML വിൽ അലവ് മോർ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ്. കുറേ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണ് നോക്ക്. ഇറ്റ് ഇൻക്ലൂഡ്സ് ദ എബിലിറ്റി ടു അമെൻഡ് ഇമേജസ് ഇൻ ഡോക്യുമെൻറ്റ്സ്. നമുക്ക് എന്താക്കാം ഡോക്യുമെൻറ്റ്സിൽ വേണമെങ്കിൽ ഇമേജസ് ആഡ് ചെയ്യുക. അതേപോലെ തന്നെ ലേഔട്ട്, ഫിൽ ഫോംസ് ആൻഡ് അലവ് സ്റ്റിൽ മോർ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് സച്ചസ് മാത്തമെറ്റിക്കൽ ഇക്വേഷൻസ് ആഡ് ചെയ്യുക, ടേബിൾസ്, ഫിഗേഴ്സ് വിത്ത് ക്യാപ്ഷൻസ്, അതുപോലെ ഫ്ലോ അറൗണ്ട് ടെക്സ്റ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആഡ് ചെയ്യാൻ പറ്റിയുള്ള പുതിയൊരു ഓപ്ഷനും കൂടി അതിൽ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പം HTML വന്നിട്ടുണ്ട്. HTML പുതിയ ഫീച്ചേഴ്സിൽ അതും കൂടെ എന്തായിട്ടുണ്ട് ആഡായിട്ട് ഉണ്ട്. അപ്പം HTML എന്ന് വെച്ചാൽ സിമ്പിളാണ്. HTML എന്ന് വെച്ചാൽ നമ്മൾ വെബിൽ നമ്മളെന്താ ചെയ്യുന്നത്, നമ്മൾ ഹൈപ്പർ ടെക്സ്റ്റ് പേജസ് ഓൺ വെബ് ആർ ഓൾ റിട്ടൺ യൂസിങ് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. അതിനാണ് നമ്മളെന്താ പറയുക HTML എന്ന് പറയുന്നത്. അതായത് സിമ്പിളായിട്ട് നമ്മളൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കിയാൽ വേണ്ടി വെബിലുള്ള ഹൈപ്പർ ടെക്സ്റ്റ് പേജസിനെ റിട്ടേൺ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജാണ് എന്ത് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. അത് മെയിനായിട്ട് സ്മോൾ ടാഗുകളാണ് ഉണ്ടാവുക. ആ ടാഗുകൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ മെയിനായിട്ട് ലോജിക്കലി കൺസ്ട്രക്റ്റ് ചെയ്യാറ്. അപ്പം അതിൽ നമ്മൾ മെയിനായിട്ട് കൺസ്ട്രക്റ്റ് ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഹെഡിങ്സ്, അതേപോലെ തന്നെ ലിസ്റ്റുകൾ, ഇമേജസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്മോൾ ടാഗ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ അടുത്തുള്ള നമ്മളെ ടെക്സ്റ്റിലുള്ള എന്താണോ ഐഡിയ എന്ന് വെച്ചാൽ ആ ഐഡിയനെ നമ്മൾ എന്താക്കും, നമ്മൾ ഫ്രീ എൻവിറോൺമെൻ്റ് ആണ് നമ്മൾ ടാഗ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്താക്കും വെബിൽ നമ്മളത് കൺസ്ട്രക്റ്റിലെ വെബിൽ നമ്മൾ ഹൈപ്പർ ടെക്സ്റ്റ് പേജസ് നമ്മൾ റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജാണ് എന്ത് HTML. അപ്പോൾ നമ്മൾ സ്മോൾ ടാഗ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്താക്കും, നമ്മളെ ലോജിക്കലായിട്ട് നമ്മളത് കൺസ്ട്രക്റ്റ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ ഹെഡിങ്സും ഇമേജസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യൽ കൺസ്ട്രക്റ്റ് ചെയ്യുക. നെക്സ്റ്റ് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോളാണ്. നമ്മൾ ഷോർട്ടായിട്ട് HTTP എന്ന് ആണ് ഇതിനെ പറയുന്നത്. അപ്പോൾ നമുക്ക് ഫയൽസ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇത് യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. Although most web browsers are able to communicate using a variety of protocols, the most common protocol in use on web is ഹൈപ്പർടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. നമ്മൾ വെബിൽ ഏറ്റവും കൂടുതലായി കോമണായി യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടോക്കോൾ എന്നുണ്ട് ഹൈപ്പർടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. ഇൻ ഓർഡർ ടു ഗീവ് ഫാസ്റ്റ് റെസ്പോൺസ് ടൈം നീഡ് ഫോർ hypertext application, a very small protocol which uses a single round trip between client and server is used. നമ്മൾ ക്ലയൻറ്റ് കമ്പ്യൂട്ടറും സെർവർ കമ്പ്യൂട്ടറും ഉണ്ടാവില്ലേ, നമുക്കറിയാം. അപ്പോൾ അവർ തമ്മിൽ പെട്ടെന്ന് എന്തെങ്കിലും കാര്യം എക്സ്ചേഞ്ച് ചെയ്യുക, പെട്ടെന്ന് എന്തെങ്കിലും കാര്യം ട്രാൻസ്ഫർ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഹൈപ്പർടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ മെയിനായിട്ട് യൂസ് ചെയ്യുക. ഇൻ ഫസ്റ്റ് ഫേസ് ഓഫ് HTTP എന്ന് വെച്ചാൽ ഹൈപ്പർടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോളാണ്. ബ്രൗസർ സെൻഡ്സ് എ റിക്വസ്റ്റ് ഫോർ എ ഡോക്യുമെൻറ്റ് ടു സെർവർ. ബ്രൗസർ എന്താക്കും, സെർവർക്ക് എന്തെങ്കിലും ഡോക്യുമെൻറ്റ് വേണമെങ്കിൽ അതിൻ്റെ റിക്വസ്റ്റ് സെൻഡ് ചെയ്യും. This request include description of document being requested as well as list of document types that the browser is capable of handling. അപ്പം ബ്രൗസർ എന്ത് ചെയ്യും, സെർവർക്ക് ഒരു റിക്വസ്റ്റ് അയക്കും. ഏത് ഡോക്യുമെൻ്റാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ റിക്വസ്റ്റ് ബ്രൗസർ സെർവർക്ക് അയക്കും. അപ്പം റിക്വസ്റ്റ് അയക്കുമ്പം ആ റിക്വസ്റ്റിൽ എന്തൊക്കെ ഉണ്ടാവും, നമ്മുടെ ഡോക്യുമെൻറ്റിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. അതേപോലെ തന്നെ എന്ത് ഡോക്യുമെൻറ്റാണ് വേണ്ടതെന്ന്, ഇപ്പോൾ ബ്രൗസറാണല്ലോ സെർവർക്ക് അയക്കുന്നത്, അപ്പോൾ എന്താണ് ബ്രൗസർക്ക് എന്ത് ഡോക്യുമെൻറ്റാണ് വേണ്ടതെന്നുള്ളതിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. അതേപോലെ തന്നെ എന്താണ് ഡിസ്ക്രിപ്ഷൻ എന്തൊക്കെ അതിലെന്തൊക്കെ ലിസ്റ്റ് ഉണ്ടാവും, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് ഈ ബ്രൗസർ ഹാൻഡിൽ ചെയ്യുന്ന എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളതിൻ്റെ ലിസ്റ്റ് ഉണ്ടാവും. ഇൻ റെസ്പോൺസ് ടു ദ ക്വറി ദ സെർവർ റിട്ടേൺസ് ദ ഡോക്യുമെൻറ്റ് ടു ബ്രൗസർ യൂസിങ് വൺ ഓഫ് ദ ഫോർമാറ്റ് അക്സെപ്റ്റബിൾ ടു ദ ബ്രൗസർ. അതായത് അപ്പോൾ എന്താ ബ്രൗസറിൻ്റെ ആ റിക്വസ്റ്റ് കാണുമല്ലോ, സെർവർ കാണും. ഒരു സെർവർ എന്താക്കും, ആ റിക്വസ്റ്റ് നോക്കിയിട്ട് ബ്രൗസർക്ക് എന്താക്കും ആ ഡോക്യുമെൻറ്റ്
റിട്ടേൺ ചെയ്യും ദ ഡോക്യുമെൻറ്റ് ടു ബ്രൗസർ യൂസിങ് വൺ ഓഫ് ദ ഫോർമാറ്റ് അക്സെപ്റ്റബിൾ ടു ബ്രൗസർ അക്സെപ്റ്റ് ചെയ്യുന്ന ഫോർമാറ്റുകൾ ഉണ്ടാവില്ല, അതിൽ ഏതെങ്കിലും ഒരു ഫോർമാറ്റ് വെച്ചിട്ട് എന്താക്കും, ബ്രൗസർക്ക് എന്താക്കും, സെർവർ അത് എന്താണ് റിക്വസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ അത് തിരിച്ച് അയക്കും. ഇഫ് ദ നെസസറി സെർവർ ക്യാൻ ട്രാൻസ്ലേറ്റ് ദ ഡോക്യുമെൻറ്റ് ഫ്രം ദ സ്റ്റോർഡ് ഫോർമാറ്റ് ഇൻ ടു ദ ഫോർമാറ്റ് അക്സെപ്റ്റബിൾ ടു ദ ബ്രൗസർ. അപ്പം ചിലപ്പം സെർവർ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന വേറെ ഫോർമാറ്റിലേക്കും ഇല്ലേ, വേറെ ഫോർമാറ്റിലേക്കും സെർവർ ചിലപ്പോൾ എന്താക്കുന്നത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ബ്രൗസറിൻ്റെ അടുത്ത് ചിലപ്പോൾ ആ ഫോർമാറ്റ് ആയിരിക്കില്ല ഉണ്ടാവുക. അപ്പോൾ എന്താണ് അവിടെ വരിക, അപ്പോൾ ആ ബ്രൗസർ എന്താക്കും, ദ സെർവർ ക്യാൻ ട്രാൻസ്ലേറ്റ് ദ ഡോക്യുമെൻറ്റ് ഫ്രം ദ സ്റ്റോർഡ് ഫോർമാറ്റ് ഇൻ ടു ദ ഫോർമാറ്റ് അക്സസിബിൾ ടു ദ ബ്രൗസർ. സെർവർ എന്താക്കും, ബ്രൗസർക്ക് അക്സസിബിൾ ആയിട്ടുള്ള ഫോർമാറ്റിലേക്ക് ഇത് മാറ്റിയിട്ട് വേണ്ടി വരും എന്ത് ചെയ്യുക, അയച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലേ. കാരണം എന്താണ്, ബ്രൗസറാണ് എന്ത് ചെയ്തത്, സെർവർക്ക് വേണമെന്ന് പറഞ്ഞിട്ടുള്ള റിക്വസ്റ്റ് കൊടുത്തത്. ബ്രൗസറാണ് സെർവർക്ക് എന്ത് ചെയ്തത്, റിക്വസ്റ്റ് കൊടുത്തത്. അപ്പോൾ ബ്രൗസർക്ക് ഏത് ഫോർമാറ്റിലാണോ ആ ഡോക്യുമെൻറ്റ് വേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ സെർവർ ചിലപ്പോൾ വേറെ ഫോർമാറ്റിലേക്കും ചിലപ്പോൾ അതെന്ത് ചെയ്തിട്ടുണ്ടൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ സെർവർ എന്താക്കണം, അത് ബ്രൗസർക്ക് ഏത് ഫോമിലാണോ വേണ്ടതെന്ന് വെച്ചാൽ ആ ഫോമിലേക്ക് മാറ്റിയിട്ട് അതെന്താക്കണം, സെർവർക്ക് അയച്ചു കൊടുക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ അയച്ചു കൊടുക്കുന്ന ആ ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ് നമ്മൾ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അപ്പം ഇതിനൊരു എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ദ സെർവർ മൈറ്റ് have an image stored in highly compressed JPG image format. നമുക്കൊക്കെ JPG image format, and if the browser capable of displaying JPG images requested the image, it would be returned in the format. However, if the browser is capable of displaying the images only if they are in GIF format requested the same document, the server would able to translate the image and return the GIF image. In addition to get, അപ്പം ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ, ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ബ്രൗസർ സെർവർക്ക് എന്തെങ്കിലും റിക്വസ്റ്റ് കൊടുത്തു. അപ്പോൾ സെർവർ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഏത് ഫോർമാറ്റിലാണെന്നാണ് പറഞ്ഞത്, സെർവർ ഫോർമാറ്റിലാണ് JPG ഇമേജ് ഫോമിലാണ് ഫോട്ടോസ് സേവ് ചെയ്ത് വെച്ചത്. പക്ഷേ ബ്രൗസർക്ക് അതെന്താ പറ്റുള്ളൂ, JPG ഇമേജ് ഫോർമാറ്റിൽ കാണാൻ പറ്റില്ല. ബ്രൗസർക്ക് എന്താണ്, ജിഫിൻ്റെ ഫോർമാറ്റിൽ മാത്രമേ അത് കിട്ടുള്ളൂ. അപ്പോൾ അതെൻ്റെ ബ്രൗസർക്ക് ആ ഫോമിലാണ്. അപ്പോൾ ബ്രൗസർ എന്താക്കുക, ആ ഫോട്ടോയ്ക്ക് റിക്വസ്റ്റ് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ സെർവർ എന്താക്കണം, സെർവർ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഫോട്ടോ ഉണ്ടല്ലോ, ആ ഫോട്ടോ JPGന്ന് എന്താക്കണം, ജിഫായിട്ട് മാറ്റിയിട്ട് വേണം ആർക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്, അത് ബ്രൗസർക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അതാണ് ഇവിടെ പറയുന്നത്. In addition to the basic get translation described above, the HTTP is a support of number of other translation types such as POST for sending data, for fill out forms back to the server, and PUT might be used in future. Allow the others to save the modified versions of document back server. അതായത് നമുക്ക് HTTP ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ ആകുമ്പോൾ എന്താണ്, ആ ഒരു പ്രോട്ടോക്കോൾ ഉണ്ട്, ആ പ്രോട്ടോക്കോൾ യൂസ് ചെയ്തിട്ടാണ് സേവ് ചെയ്യുക, അപ്പോൾ ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ എന്താണ്, നമുക്ക് സേവ് ചെയ്ത് വെച്ചിട്ട് അതുണ്ടാക്കാതെ ട്രാൻസ്ഫർ ചെയ്യാം. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടോക്കോളാണ് HTTP എന്ന് പറയുന്നത്. ഇപ്പോൾ സെർവർ എന്തെങ്കിലും ബ്രൗസർക്ക് റിക്വസ്റ്റ് ബ്രൗസർ എന്തെങ്കിലും സെർവർക്ക് റിക്വസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ആ ഡോക്യുമെൻറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടോക്കോളാണിത്, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. നെക്സ്റ്റ് URL ആണ്, അതായത് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്ററിനാണ് നമ്മൾ URL പറയുന്നത്. This is a kind of address that is unique to each resource on web, which allow the hypertext documents to point to other documents located anywhere on the web. അതായത് ഇതെന്താണെന്ന് വിചാരിച്ചാൽ, ഈ ഡോക്യുമെൻ്റ് നമ്മളെ വെബിൽ എവിടെയാണ് നമ്മളെ ഡോക്യുമെൻ്റ് ലൊക്കേറ്റ് ചെയ്തതെന്ന് കാണിക്കുന്നതിനാണ് നമ്മളെ ഡോക്യുമെൻറ്റിൻ്റെ അഡ്രസ്സിനെ സൂചിപ്പിക്കുന്നതിനാണ് URL എന്ന് പറയുക, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. അപ്പോൾ നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഡബിൾ ലൈനിൽ നമുക്ക് URL അഡ്രസ്സ് കിട്ടും അല്ലേ. ആ URL അഡ്രസ്സിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റായിട്ട് അത് എവിടെയാണോ ലൊക്കേറ്റ് ചെയ്യുന്നത് നമുക്ക് അങ്ങോട്ട് എന്താക്കാൻ പറ്റും, പെട്ടെന്ന് തന്നെ പോകാൻ വേണ്ടിയിട്ട് പറ്റും അല്ലേ. അപ്പോൾ അതിനെയാണ് ഷോർട്ടായിട്ട് ശരിക്കും URL എന്ന് പറയുന്നത്. അപ്പം ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ മെയിനായിട്ട് 3 പാർട്സാണ് ഉള്ളത്, പറയുന്നുണ്ട് 3 കോമ്പോണൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റത്തെ എന്താണെന്ന് നോക്കുന്നത്, ഫസ്റ്റ് കോമ്പോണൻറ്റ് സ്പെസിഫൈഡ് ദ പ്രോട്ടോക്കോൾ ടു ബി യൂസ്ഡ് ടു അസിസ്റ്റ് ദ ഡോക്യുമെൻറ്റ്. ഫസ്റ്റത്തെ പറയുന്നത് പ്രോട്ടോക്കോളാണ്, നമുക്ക് ഈ ഡോക്യുമെൻറ്റ് അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന
പ്രോട്ടോക്കോൾ. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ HTTP ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. പിന്നെ HTTP ഉണ്ട്, അതായത് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ ആണ്. അതിൽ നമ്മൾ ഫയൽസ് മാത്രമാണ് ട്രാൻസ്ഫർ ചെയ്യുക, അതാണ്. പിന്നെ ഗോഫർ, അതൊക്കെയാണ് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത്. സെക്കൻഡ് എന്ന് വെച്ചാൽ സെക്കൻഡ് കോമ്പോണൻറ്റ് സ്പെസിഫൈസ് ദ നോഡ് ഓൺ നെറ്റ്വർക്ക് ഫ്രം വിച്ച് ദ ഡോക്യുമെൻറ്റ് ഈസ് ടു ബി ഒബ്റ്റെയിൻഡ്. ഏത് നെറ്റ്വർക്ക് നിന്നാണ് ഈ ഡോക്യുമെൻ്റ് എന്താ ചെയ്തത്, ഒബ്റ്റെയിൻഡ് ചെയ്തിട്ടുള്ളതെന്ന് സ്പെസിഫൈ ചെയ്യും. തേർഡ് എന്ന് വെച്ചാൽ തേർഡ് കോമ്പോണൻറ്റ് സ്പെസിഫൈ ദ ലൊക്കേഷൻ ഓഫ് ഡോക്യുമെൻറ്റ് ഓൺ റിമോട്ട് മെഷീൻ. ഇതിപ്പോൾ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നതെന്ന് specify ചെയ്യാം. The third component of URL is passed without modification by the browser to the server and interpretation of this component is performed by the server. ഇത് നമുക്ക് എന്താ ചെയ്യാൻ പറ്റില്ല, നമുക്കത് മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല. ഇതെന്താ സർവർ ഉണ്ടാക്കിയത്, സർവർ എവിടെയാണോ ഇത് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഡോക്യുമെൻ്റ് എവിടെയാണോ സേവ് ചെയ്ത് വെച്ചതെന്ന് വെച്ചാൽ അവിടെ നിന്ന് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുമെന്നാണ് പറയുന്നത്. ദ വേൾഡ് വൈഡ് വെബ് ഹാസ് ബിക്കമിങ് ദ ഡ്രൈവിംഗ് ഫോഴ്സ് ബിഹൈൻഡ് ദ കണ്ടിന്യൂഡ് എക്സ്പ്ലോസ് ഗ്രോത്ത് ഓഫ് ദ ഗ്ലോബൽ ഇൻ്റർനെറ്റ്. ദ ഹൈപ്പർ ടെക്സ്റ്റ് ആൻഡ് ഹൈപ്പർ മീഡിയ പബ്ലിഷിംഗ് ഓൺ വെബ് ഈസ് നൗ ബിക്കം ദ പോപ്പുലർ പബ്ലിഷിംഗ് മീഡിയ. ഇറ്റ് ഈസ് ഡൈനാമിക് കോമ്പണൻറ്റ് അവൈലബിൾ ടു എനി വൺ പേഴ്സണൽ കമ്പ്യൂട്ടർ, മോഡം, അതേപോലെ തന്നെ എന്താ ടെലിഫോൺ ലിങ്ക്. അത് ജസ്റ്റ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണ്, വേൾഡ് വൈഡ് വെബിനെ കുറിച്ച് ഓവറോൾ ആയിട്ടൊന്ന് പറഞ്ഞതാണ്. അപ്പോൾ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്ന് വെച്ചാൽ ഇത്ര മാത്രമേ ഉള്ളൂ. ഇതെന്താണെന്ന് വെച്ചാൽ ഒരു അഡ്രസ്സാണ്, യുണീക്ക് അഡ്രസ്സാണ് ടു ഈച്ച് റിസോഴ്സ് ഓൺ വെബ് വിച്ച് അലൗ ദ ഹൈപ്പർ ടെക്സ്റ്റ് ഡോക്യുമെൻറ്റ് ടു പോയിൻ്റ് ഔട്ട് ടു അതർ ഡോക്യുമെൻറ്റ് ലൊക്കേറ്റഡ് എനിവർ ഇൻ ദ വെബ്. അതായത് ആ ഡോക്യുമെൻറ്റ്സ് വെബിൽ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത് നമുക്ക് പോയിൻ്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ആ ഡോക്യുമെൻറ്റിൻ്റെ അഡ്രസ്സ്. അത് ശരിക്കും പറഞ്ഞാൽ ആ ഡോക്യുമെൻറ്റിൻ്റെ അഡ്രസ്സിനെ സൂചിപ്പിക്കുന്നതാണ് URL റിസോഴ്സ് ലൊക്കേറ്റർ. ആ ഡോക്യുമെൻ്റ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത് നമ്മൾക്ക് മനസ്സിലാക്കി തരുന്ന ഒരു അഡ്രസ്സാണ് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. നമുക്കറിയാം, നമ്മൾ എന്തെങ്കിലും ഒരു ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ അഡ്രസ്സ് ഉണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് നമുക്ക് എന്താക്കാം, ആ കറക്റ്റ് ആ ടോപ്പിക്കിലേക്ക് നമുക്ക് കയറാൻ പറ്റില്ല. നമുക്ക് സെർച്ച് ചെയ്ത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളടുത്ത് അതിൻ്റെ കറക്റ്റ് അഡ്രസ്സ് ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് എന്താക്കാൻ പറ്റും, അതിലേക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്താക്കാൻ പറ്റും, എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിനെയാണ് നമ്മൾ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്ന് പറയുക. നമ്മൾ 3 എണ്ണമാണ് ഇവിടെ മെയിനായിട്ട് പ്രോട്ടോക്കോൾസ് പറഞ്ഞ HTML. അതായത് നമ്മൾ വെബ് പേജിലൊക്കെ നമ്മൾ വെബ് പേജിൽ ഹൈപ്പർ ടെക്സ്റ്റ് വെബിൽ നമ്മൾ ഹൈപ്പർ ടെക്സ്റ്റ് പേജസിൽ നമ്മളെന്താ റിട്ടേൺ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജാണ് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. പിന്നെ HTTP പറഞ്ഞ് എന്താണത്, HTTP ആകുമ്പം നമ്മൾ ഫയൽ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് HTTP ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞപ്പോൾ ബ്രൗസർ ക്ലയൻറ്റിനെ റിക്വസ്റ്റ് ചെയ്യുന്നത് ഏത് ഫോർമാറ്റിലാണോ അപ്പോൾ ആ ഫോർമാറ്റിലേക്ക് നമ്മളിപ്പോൾ ബ്രൗസർ ക്ലയൻറ്റ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന സെർവർ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ചിലപ്പോൾ വേറെ ഫോർമാറ്റിലേക്ക്, ആ ഫോർമാറ്റ് മാറിയിട്ട് ബ്രൗസർക്ക് അക്സസിബിൾ ചെയ്യാൻ പറ്റുന്ന ഫോർമാറ്റ് ഏതാണെന്ന് വെച്ചാൽ ആ ഫോർമാറ്റിലേക്ക് മാറ്റിയിട്ട് സെൻഡ് ചെയ്യുകയാണ് ചെയ്യൽ. പിന്നെ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ, ഇപ്പോൾ ലാസ്റ്റത്തെ പറഞ്ഞത് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്ന് വെച്ചാൽ അഡ്രസ്സാണ്. നമ്മളെ ഡോക്യുമെൻറ്റ് വെബിൽ എവിടെയാണ് എവിടെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നതെന്ന് കാണിക്കുന്ന ഒരു അഡ്രസ്സാണ് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. മെയിൻ 3 കോമ്പണൻ്റ് ആണുള്ളതെന്ന് പറഞ്ഞാൽ. പിന്നെ ചുരുക്കത്തിൽ മൊത്തത്തിൽ എന്താ പറയുക, വേൾഡ് വൈഡ് വെബിനെ കുറിച്ചാണ് പറയുന്നത്. വേൾഡ് വൈഡ് വെബ് ഇപ്പോൾ നമുക്ക് എല്ലായിടത്തും എവിടെ നിന്ന് വേണമെങ്കിലും കിട്ടും. ഇപ്പം ഓപ്പൺ എൻഡഡ് ആണ്, അവൈലബിൾ ടു എനിവൺ ആണ്, ഇല്ല എനിവർ ആണ്. നമുക്ക് പേഴ്സണൽ കമ്പ്യൂട്ടറിൽ വേണമെങ്കിൽ കിട്ടും, മോഡം യൂസ് ചെയ്താൽ കിട്ടും. അതുപോലെ ടെലിഫോൺ ലിങ്കിലൂടെയും ഇൻ്റർനെറ്റ് കണക്ഷൻ എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഫോണിൽ നമ്മൾ എപ്പോഴും വേൾഡ് വൈഡ് വെബ് നമുക്ക് സെർച്ച് ചെയ്യാം അല്ലേ. എനിവർ എല്ലാവർക്കും വേണമെങ്കിലും വേൾഡ് വൈഡ് വെബ് എന്താണ് അവൈലബിൾ ആണ് അല്ലേ. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ കാര്യങ്ങളായിട്ട് മെയിനായിട്ട് പറയുന്നത്. വേൾഡ് വൈഡ് വെബിലെ മെയിനായിട്ട് വരുന്ന 3 ഇനാബിളിംഗ് പ്രോട്ടോക്കോൾസ് ഇതാണ്.